ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയ വിശ്വാസികളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ആത്മശരീര മനസ്സുകളെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധ കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും ശുദ്ധീകരിക്കുന്ന നാളുകളാണ് നോമ്പ്. പരിശുദ്ധനായ ദൈവത്തിങ്കിലൂടെയുള്ള പ്രയാണമാണ് ക്രൈസ്തവ ജീവിതം. ഈ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന 3 അദൃശ്യ ശക്തികളുണ്ട്: ജഡീകത, ലൗകികത, പൈശാചികത. ഇവയെ നാം തിരിച്ചറിയുവാനും ഇവയെ അകറ്റുവാനുമുള്ള ആയുധമാണ് പ്രാർത്ഥന, ഉപവാസം, നോമ്പ് എന്നിവ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരമാണ്: ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ന്യായം വിധിപ്പാനല്ല, പിന്നെയോ അവൻ മൂലം ലോകം ജീവിപ്പാനത്രേ എന്ന്. അതെ, ലോകം ജീവിക്കുക എന്നാൽ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരുടെയും ആത്മാവിനെയാണ് ദൈവം ജീവിപ്പിക്കുന്നത്. അതെ, നാം എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ പുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിനായി കഷ്ടാനുഭവത്തിലൂടെയും ക്രൂശ് മരണത്തിലൂടെയും നമ്മെ വീണ്ടെടുത്തു. നാം എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിത്യജീവന്റെ അവകാശികളുമാണ്. എന്നാൽ നമ്മുടെ പാപങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. ഈ പരിശുദ്ധ നോമ്പിൽ നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. ഒരു സത്യ അനുതാപം നമ്മിൽ ഉണ്ടാകണം. പരിപൂർണമായ മാനസാന്തരം നാം പ്രാപിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം: എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ പ്രാപിക്കുവാൻ നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥനകളിലും പരിശുദ്ധ കുർബാനകളിലും മുടക്കം കൂടാതെ സംബന്ധിക്കണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കരയറ്റണം. ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.